ഡിയർ സ്റ്റുഡൻസ്, ഇനി ഈ ട്രാൻസിസ്റ്ററിന് കുറേ യൂസസ് ഉണ്ട്. ട്രാൻസിസ്റ്റർ ഓസിലേറ്ററായിട്ട് ഉപയോഗിക്കാം, പിന്നെ ആംപ്ലിഫയർ. ഞാൻ സൗണ്ട് ആംപ്ലിഫൈ ചെയ്യാനായിട്ട് എപ്പോഴും ആംപ്ലിഫയർ യൂസ് ചെയ്യാറില്ലേ ക്ലാസ്സിൽ. ആംപ്ലിഫയറിൻ്റെ ഉള്ളിൽ ട്രാൻസിസ്റ്ററാണ്. അതുപോലെ റെക്റ്റിഫയർ എന്ന് വെച്ചാൽ സൈക്കിളും AC സൈക്കിൾ, DC സൈക്കിൾ എന്നുള്ളത് അങ്ങനെ ഒരു സൈക്കിൾ മാത്രമാക്കണം. DC കറണ്ട് അങ്ങനെ റെക്റ്റിഫൈ ചെയ്യും, സിഗ്നൽ റെക്റ്റിഫൈ ചെയ്യും. ഇതിനൊക്കെ യൂസ് ചെയ്യുന്നത് ട്രാൻസിസ്റ്ററാണ്. ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഏതെങ്കിലും ഒരു ലീഡ്, അതായത് 3 ലീഡുണ്ട്, ഒന്ന് ബേസ്, ഒന്ന് എമിറ്റർ, ഒന്ന് കളക്ടർ. അപ്പോൾ ഇത് ബേസ്, ഇത് എമിറ്റർ, ഇത് കളക്ടർ. അപ്പോൾ ഇതിൻ്റെ കോൺഫിഗറേഷനിൽ എമിറ്റർ, ഇപ്പോൾ ഇതിൽ കളക്ടർ ലീഡ് ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും ഉണ്ടോ. ഇൻപുട്ട് സിഗ്നൽ ബേസും കളക്ടറിൻ്റെ ഇടയിൽ കൊടുക്കുക, ഔട്ട്പുട്ട് സിഗ്നൽ എമിറ്ററും കളക്ടറിൻ്റെ ഇടയിൽ. അപ്പോൾ ഈ കളക്ടർ ടെർമിനൽ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും കോമൺ ആവും. അപ്പോൾ ഈ ഒരു മോഡ് ഓഫ് ട്രാൻസിസ്റ്ററിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോമൺ കളക്ടർ. ഇനി നമ്മൾ ഈ ട്രാൻസിസ്റ്ററിൻ്റെ 3 ലീഡ്സ്, ട്രാൻസിസ്റ്ററിൻ്റെ സിമ്പലാണ് ഞാൻ ഈ വരയ്ക്കുന്നത്. ഇതിൽ എമിറ്റർ ലീഡ്, ഇത് ബേസ്, ഇത് എമിറ്റർ, ഇത് കളക്ടർ. അപ്പോൾ ഈ എമിറ്റർ ലീഡ് കോമൺ ആവണം. ഇവിടെയാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. ഔട്ട്പുട്ട് എടുക്കുന്നത് എമിറ്ററിനും കളക്ടറിനും ഇടയിൽ. അപ്പോൾ ഈ എമിറ്റർ ലീഡ് ബേസ് എമിറ്ററിനിടയിൽ ഇൻപുട്ട് കൊടുത്തു, എമിറ്റർ കളക്ടറിനിടയിൽ ഔട്ട്പുട്ട് കൊടുത്തു. അപ്പോൾ എമിറ്റർ ലീഡ് കോമൺ ആകുമ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ, CE കോൺഫിഗറേഷൻ. ഇനി ഈ ബേസ് ലീഡ് കോമൺ ആയിട്ട് കൊടുക്കുമ്പോൾ ഔട്ട്പുട്ടിനും ഇൻപുട്ടിനും ഇടയിൽ ബേസ് ലീഡ് കോമൺ ആയിട്ട് വെക്കുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് കോമൺ ബേസ് കോൺഫിഗറേഷൻ. ഇത് എമിറ്റർ, ഇത് ബേസ്, ഇത് കളക്ടർ. അപ്പോൾ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് ബേസിനും എമിറ്ററിനിടയിൽ ഇൻപുട്ട് കൊടുക്കണം. ഔട്ട്പുട്ട് എടുക്കുന്നത് ബേസിനും കളക്ടറിനിടയിൽ ഔട്ട്പുട്ട് എടുക്കുകയാണെങ്കിൽ കോമൺ ലീഡ് ബേസാണ്. അപ്പോൾ ആ കോൺഫിഗറേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് CB കോൺഫിഗറേഷൻ, കോമൺ ബേസ് കോൺഫിഗറേഷൻ. ഇങ്ങനെ 3 ടൈപ്പായിട്ട് കോൺഫിഗറേഷനിൽ ട്രാൻസിസ്റ്റർ ഉപയോഗിക്കാം. ഈ ട്രാൻസിസ്റ്റർ എന്നുള്ളത് നമ്മൾ ഇലക്ട്രോണിക് ഡിവൈസസിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു എലമെൻറ്റാണ്. അപ്പോൾ അതിൽ NPN ട്രാൻസിസ്റ്റർ, PNP ട്രാൻസിസ്റ്റർ. N സാൻഡ്വിച്ച് ചെയ്യുന്നു Pയുടെ ഇടയിൽ, P സാൻഡ്വിച്ച് ചെയ്യുന്നു Nൻ്റെ ഇടയിൽ. അപ്പോൾ NPN ട്രാൻസിസ്റ്റർ. ഇതിൽ ബേസ് റീജിയൻ ലൈറ്റ്ലി ഡോപ്ഡ് ആയിരിക്കും, ചെറുതായിരിക്കും. കണ്ടോ, ചെറുതാക്കി വരച്ചിരിക്കുന്ന. എമിറ്റർ റീജിയൻ ഹെവിലി ഡോപ്ഡ് അല്ലെങ്കിൽ മോഡറേറ്റ്ലി ഡോപ്ഡ് ആണ്, വലുതായിരിക്കും, ലാർജർ ഇൻ സൈസ്. ഏറ്റവും കൂടുതൽ സൈസ് കളക്ടർ റീജിയൻ ആയിരിക്കും, മോഡറേറ്റ്ലി ഡോപ്ഡ് ഓർ ഹെവിലി ഡോപ്ഡ്. അപ്പോൾ ബേസ് റീജിയൻ തിന്നായിരിക്കും, ഡോപ്പ് ചെയ്തിരിക്കുന്നത്, അതായത് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്തിരിക്കുന്നത് എണ്ണം കുറവായിരിക്കും, ലൈറ്റ്ലി ഡോപ്ഡ്. എമിറ്റർ കുറച്ചും കൂടി കൂടുതൽ സൈസ് ഉണ്ടാവും, ബേസിനേക്കാളും മോഡറേറ്റ്ലി ഡോപ്പ് ചെയ്തുണ്ടാവും. കളക്ടർ ഹെവിലി ഡോപ്പ് ചെയ്ത് ഏറ്റവും ലാർജ് സൈസ് ആയിരിക്കും.